ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വേദയിൽ നിന്ന് തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ അച്ഛൻ അന്ന് കാണാതെ പോയ സംഭവത്തിന് പിന്നിൽ ശ്രീകാന്ത് തന്നെയായിരുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേദ വിക്രത്തിനോട് തുറന്നു പറയുകയാണ്. ഇത് അറിഞ്ഞ പാട് തന്നെ വിക്രമിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. വിക്രം ഉടനെ തന്നെ ഡോർ തുറന്ന് പുറത്ത് ശ്രീകാന്തിനെ കാണാനായിട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ വേദ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. വേദ വിക്രത്തിനെ തടഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ അവിടെ പോയി ശ്രീയേട്ടനോട് ദേഷ്യപ്പെട്ട എല്ലാം അതോടുകൂടി തീരും. പിന്നെ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് എടുത്തു ചാടി ഇങ്ങനെയൊന്നും കാണിക്കരുത്. എന്തായാലും അവർക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് അവസാന നിമിഷം കാലം ഇട്ട് ഉടയ്ക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്ന തൽക്കാലം കേക്ക്, ഇപ്പോൾ ഒന്ന് അടങ്ങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ വിക്രമിനെ പുറത്തു പോകാൻ സമ്മതിക്കാതെ തന്നെ അകത്തിരുത്തുകയാണ്. അധികം വൈകാതെ തന്നെ അവർ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീൻസൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് അറിയാം. എന്നാലും ഇതുവരെ അവരങ്ങനെ ഫിസിക്കലി ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിട്ടില്ല. ആ ഒരു നിമിഷത്തിൽ അവർ രണ്ടുപേരും പരസ്പരം മറന്ന് തന്നെ കുറച്ച് റൊമാൻറ്റിക് ആവുകയാണ് കേട്ടോ. എന്തായാലും നമ്മളത് കണ്ടു തന്നെ ആസ്വദിക്കേണ്ട ഒരു സീൻസൊക്കെയാണ് കേട്ടോ പവിത്രത്തിലെ നെക്സ്റ്റ് വീക്ക് വരുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ തന്നെയാണ് ഇനി വരുന്നത്. എല്ലാ പ്രശ്നങ്ങളും മറന്ന് ആ ഒരു നിമിഷം ഇവർ രണ്ടുപേരും ഒന്നാമെന്നൊക്കെ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച് വിക്രമിനെ ഒരു കൊലപാതകയാക്കി ചിത്രീകരിക്കാൻ നോക്കുന്ന ശ്രീകാന്തിനിട്ട് വിക്രമും വേദയും ചേർന്ന് നല്ല മുട്ടം പണി തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാ രീതിക്കും ഒന്നായി പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും അവർ തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇത്രയും നാളും രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്ന സ്നേഹങ്ങളെല്ലാം പ്രകടിപ്പിക്കപ്പെടുന്നത് ഇപ്പോഴാണ്. ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ കുറേ അധികം കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഇവർ കടൽ തീരത്ത് പോയി ഇങ്ങനെ ചേർന്നിരിക്കുന്നതും വിക്രമിൻ്റെ നെഞ്ചിൽ തലതാഴ്ച കിടക്കുന്ന വേദനയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഡ്രീം ആകാനേ ചാൻസ് ഉള്ളൂ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും അങ്ങനെ ഒന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ. എന്തായാലും എല്ലാവരും കാത്തിരുന്ന നിമിഷം വന്നെത്തി. വേദയും വിക്രമും ഒന്നായി. താൻ വീട് വിട്ട് ഇറങ്ങി വന്നതിന് പിന്നിൽ ശ്രീകാന്താണ് കാരണമെന്നും അച്ഛനന്ന് കാണാതെ പോയതിൻ്റെ പിന്നിലും അതുപോലെ വരുണിൻ്റെ കൊലയ്ക്ക് പിന്നിലും ശ്രീകാന്താണോ എന്നൊക്കെ നല്ല സംശയമുണ്ടെന്നും അത് നമ്മൾ തെളിയിക്കണം, കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മുടെ വിക്രമും വേദയും കൂടെ ഒന്നിച്ച് തീരുമാനം എടുക്കുകയാണ്. പുള്ളിക്കൻ എവിടെയാണോ മറിഞ്ഞിരിക്കുന്നത് അവിടുന്ന് പുള്ളിക്കനെ കണ്ടെത്തി പുള്ളിക്കനെ കണ്ടുപിടിച്ചതിന് ശേഷം ശ്രീകാന്തിൻ്റെ ചീട്ട് തന്നെ കീറാനായിട്ട് കാത്തിരിക്കുകയാണ് വേദയും വിക്രമും. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് വേദയും ശ്രീകാന്തും തമ്മിൽ ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയത്ത് വാക്കുതർക്കം രൂക്ഷമായി. ശ്രീകാന്ത് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് വേദയെ ആക്രമിക്കാനായിട്ട് നോക്കിയാണ്. ആ ഒരു സമയത്ത് അടിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊക്കുമ്പോഴേക്കും തന്നെ അകത്തുനിന്ന് വിക്രം ശ്രീകാന്തിന്റെ നെഞ്ചിട്ട് തന്നെ ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വേദയെ ഉപദ്രവിക്കാൻ നോക്കുമ്പം വിക്രം നോക്കിയിരിക്കുമോ? വിക്രമിന്റെ വിടുവിട്ടു. വിക്രം ഇനി എന്ത് വന്നാലും കുഴപ്പമില്ലാന്നും പറഞ്ഞ ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാട്ടോ ശ്രീകാന്തിനിട്ട്. ഇവരുടെ ഈ വാക്കുതർക്കവും ഒച്ചയും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നതും. എന്തായാലും ചവിട്ട് കിട്ടി ശ്രീകാന്ത് ചെന്ന് വീഴുന്നത് എല്ലാവരുടെ മുമ്പിലേക്കാണ് കേട്ടോ. വേദയുടെ റൂമിൽ നിന്ന് പെട്ടെന്ന് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ദീപ്തി ഒഴിച്ച് ബാക്കി ആർക്ക് തന്നെ വിക്രം വേദയുടെ മുറിയിലുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ. എന്തായാലും ആ സമയത്ത് ആ കള്ളം പൊളിയുകയാണ്. ഇത്രയും നാളും വേദ വിക്രമിനെ സ്വന്തം മുറിയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ളത് അവരെല്ലാവരും തന്നെ കാണുകയാണ്. ഇത്രയും നാളും ഒളിച്ചു കളിച്ചെങ്കിലും അന്നത്തെ ആ ഒരു ദിവസം വിക്രമിനെ പിടിവിട്ടിരിക്കുകയായിരുന്നു. വിക്രം ശ്രീകാന്തിനെ അന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നടന്ന സത്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ വെച്ച് വിക്രം തുറന്നു പറയുകയും ചെയ്യുകയാണ്. അതുപോലെ വിക്രമിന്റെ അച്ഛൻ അന്ന് മിസ്സിംഗ് ആയതിന്റെ പിന്നിലും വേദ വീട് വിട്ട് ഇറങ്ങി വരാൻ കാരണം ഈ ശ്രീകാന്ത് ആണെന്നും വാസുവിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അയാളെ ചതിക്കുകയായിരുന്നു, അയാളുടെ മകനെ കൊന്നത് വരുണിനെ കൊന്നത് ഈ ശ്രീകാന്തും ആണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണന്റെയും അതുപോലെ പത്മത്തിന്റെയൊക്കെ മുന്നിൽ വിളിച്ചു പറയുകയാണ് കേട്ടോ വിക്രം. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് ചൂളിപ്പോയി നിൽക്കുകയാണ് ശ്രീകാന്ത്. പോലീസുകാരെല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു കുറ്റവാളിയെ റൂമിനുള്ളിൽ താമസിപ്പിച്ചത് ശരിയായില്ല എന്നൊക്കെ നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ടെങ്കിലും അല്ല ആ തെറ്റ് ചെയ്തെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റ് ചെയ്തവർ ഒരു ഉളുപ്പുമില്ലാതെ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് എല്ലാവരും കബളിപ്പിച്ച് നടക്കുമ്പം തെറ്റ് ചെയ്യാത്തവർ എന്തിന് ഇതുപോലെ ശിക്ഷ അനുഭവിക്കണമെന്നൊക്കെ നമ്മുടെ വേദയും തിരിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ നല്ല കിടിലൻ എപ്പിസോഡ്സ് ഒക്കെ ആണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്